So hello guys, welcome back to my YouTube channel Leo YT Gaming. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഫസ്റ്റ് ആയിട്ടൊരു ഷോർട്സ് ഉണ്ട് ഗൈസ്. ഷോർട്സിൽ അത് എങ്ങാണ്ട് 160 വ്യൂസ് എങ്ങാണ്ടാണ് ഗൈസ്. അപ്പോൾ ആ ഒരു വീഡിയോ, ആ ഒരു ഷോർട്സിൽ ഞാൻ ഈ OG റൈഡർ എന്ന് പറഞ്ഞ ഇപ്പം എൻ്റെ കൂടെ 1v1 കളിക്കുന്ന ഈ ഒരു പ്ലെയറിൻ്റെ കൂടെയായിരുന്നു ഗൈസ് ഞാൻ അന്ന് ആ ഒരു വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ അതത്ര കുഴപ്പമില്ലാതെ പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് ആ ഒരു എൻ്റെ ഫ്രണ്ടാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു ഇന്ന് നമുക്കൊരു 1v1 കളിക്കാമോ, തോറ്റാലും ഇല്ലെങ്കിലും വീഡിയോ ഇടണമെന്ന്. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോ ഇടാം ഗൈസ്. അവൻ ഇന്ന് റിവഞ്ച് എടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഗൈസ്. പിന്നെ ഓക്കെ ഗൈസ്, കമോൺ. അത്യാവശ്യം നല്ല പ്ലെയറാണ് ഗൈസ്. എൻ്റെ കൂടെ ഒരുമിച്ചാണ് ഗൈസ് പഠിക്കുന്നത്. അവൻ ഈ വീഡിയോയിൽ പറയാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ OG റൈഡർ റിവഞ്ച് എന്നാണ് പറയാൻ പറഞ്ഞത്. റിവഞ്ച് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് തന്നെ പയ്യെ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അത്യാവശ്യം നല്ലൊരു പ്ലെയറാണ് ഗൈസ്. ബട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ വീഡിയോ ഷോർട്ടാണ്. അവൻ വന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഗൈസ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ ശനി ഞായർ മാത്രമേ ഇനി ഞാൻ വീഡിയോ ഇടൂ ഗൈസ്. അത് ഞാൻ തീരുമാനിച്ചു. ഓക്കെ, അല്ലാതെ നിങ്ങൾക്കൊക്കെ ക്ലാസ് കാണും ഗൈസ്. അപ്പോൾ അത് നമ്മൾ ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമല്ല ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ അവൻ റിവഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും കളി എടുക്കും കേസ്. അതാണ് അവൻ, എനിക്കറിയാം കേസ്. അവനെ സീരിയസ്ലി കേസ്, അവൻ കളി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എടുക്കും കേസ്. അതാണ് അവൻ, സീരിയസ്ലി കേസ്. ഓക്കെ, നമ്മളെ വല്ലപ്പോഴും ഇവൻ വന്നാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസിൽ ഇവനെ കാണിക്കുന്നതാണ് കേസ്. ഓക്കെ 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 കണ്ട കേസ്, നല്ല മൂവ്മെൻ്റ് ഉള്ള പ്ലെയറാണ്. ഓക്കെ ഓക്കെ ഗേസ്, ഇപ്പം M10 വെച്ച് കിടിലായിട്ട് കളിക്കും ഗേസ്. M10 വെച്ച് നന്നായിട്ട് കളിക്കും ഗേസ്. ഓക്കെ ഓക്കെ ഇങ്ങനെ പോയാൽ സോൺ ഔട്ട് ആവുമല്ലോ ഗേസ്. നമ്മളിപ്പോൾ തീരും ഗേസ്. അവൻ്റെ മൂവ്മെൻറ്റ് അവസാനം ഞാൻ പറഞ്ഞില്ലേ ഗേസ്, അവൻ്റെ മൂവ്മെൻറ്റ് അവസാനമായപ്പോൾ കുറച്ച് കടുപ്പമായി ഗേസ്. എന്തായാലും നമ്മൾ മാക്സിമം 5 റൗണ്ടിൽ കൂടുതൽ എടുക്കും ഗേസ്. എടുത്തില്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ പരിപാടി ഇവിടെ നിർത്തി. ഓക്കെ, 5 റൗണ്ടിൽ കൂടുതൽ. ഓക്കെ, മാക്സിമം നോക്കും കേസ്. മാക്സിമം പയ്യ എന്തായാലും ഈ കളി എടുക്കും കേസ്. അതെനിക്ക് ഉറപ്പുണ്ട് കേസ്. അത് ഇവ ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെയാണ് കേസ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ പരിചയമുള്ളതായിട്ട് പറയുകയാണ് കേസ്. സീരിയസ്ലി ഇവ ഈ വീഡിയോ ഇടാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ കേസ്, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത് കേസ്. പക്ഷെ ഞാൻ അവിടെ ക്ലാസ്സിൽ വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് പാലിച്ചില്ല. എന്താണ് കേസ് ഒരു വാക്കുള്ളത് അല്ലേ കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിമോട്ട് നോക്കാം. ഓക്കെ കേസ്, ഓക്കെ നൈസ് റമത്തെ കേസ്. നല്ലൊരു ഷോട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കേസ്, M10 വെച്ച് കിഡിലുമായിട്ട് കളിക്കും കേസ്. M10 M80. ഓക്കെ എടാ, നമുക്ക് M80 ഒരു M10 കൊടുക്കാം. ഗൈസ്, ഞാൻ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ ഇടണമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ഗൈസ് ഇന്ന് എൻ്റെ അടുത്ത് വന്ന് പറയണത് നമുക്ക് 1v1 കളിക്കാമോ. അപ്പം പിന്നെ എന്ത് ഗൈസ്, നമുക്ക് ഒരു മാച്ച് കളിക്കാമെന്ന് പറഞ്ഞാണ് ഗൈസ് ഞാൻ അവൻ്റെ കൂടെ പോയി റെക്കോർഡ് ചെയ്തത്. ഓക്കെ 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 ഗൈസ്, അത്യാവശ്യം ലാബ് കൊടുത്തിട്ടുണ്ട്. എന്താവോ എന്തോ.
കമോൺ. ശരി, ജസ്റ്റ് ഓക്കെ. ഓ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ പയ്യൻ കിടിലാണ്. കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ M10 M80 വെച്ച് നല്ല കിടിലായിട്ട് കളിക്കും ഗൈസ്. കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ നൈസായിട്ട് കളിക്കുന്നുണ്ട് ഗൈസ്. ഡെസേർട്ട് M80X. ഓക്കെ, ഒരു M80. ബാക്കായോ ഗൈസ്? എൻ്റെ ഒരു ഫ്രണ്ട് ലോഗിൻ ചെയ്യാൻ നോക്കി ഗൈസ്, അതാണ് വിഷയം. നമുക്ക് എന്തായാലും കളിക്കാം ഗൈസ്. കമോൺ. ഓക്കേടാ, ഓക്കെ, നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളൊരു മൈക്ക് മേടിക്കുന്നതാണ് ഗൈസ്. ആണെന്നല്ല, ഉറപ്പായിട്ടും വാങ്ങിക്കും ഗൈസ്. ഈ മാസം എൻ്റെ ആവുന്നതിന് മുമ്പ് നമ്മൾ മൈക്ക് മേടിക്കും ഗൈസ്. ഓക്കെ, എന്നിട്ട് ആ മൈക്കിൻ്റെ ക്വാളിറ്റി, ആ മൈക്ക് പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഈ ഒരു ചാനൽ ഇടുന്നതാണ്. ഓക്കെ, വീഡിയോ എടുത്തോണ്ട്. ഓക്കെ ഓക്കെ, അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ഇടുന്നതാണ് ഗേസ്. എനിക്ക് അടിക്കാൻ പറ്റാത്തത് ഈ പണ്ടൊക്കെ അത്ര സീനില്ലായിരുന്നു ഗേസ് ഇവനെ തോപ്പിക്കുക. ഇപ്പോൾ ചെറുക്കൻ കിട്ടില്ലോ ഗേസ്. ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി എന്താ പറയുക, നന്നായിട്ട് കളിച്ച് കണ്ട ഗേസ്. ഇപ്പം എന്നെ അടിച്ചിരുന്നുണ്ടോ ഗേസ്? നല്ല പ്ലെയറാണ് ഗേസ്. സീരിയസ്ലി ഇവൻ പറഞ്ഞിട്ടൊന്നുമല്ല ഗേസ് ഞാൻ ഇത് പറയുന്നത്. സത്യമായിട്ടും പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് ഗേസ്. ആരോ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, ആരാണോ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഈ റൗണ്ട് ഞാൻ എടുക്കും ഗേസ്. ഈ റൗണ്ട് ഞാൻ എടുക്കും. കക്കാശി ആവോട്ടെ. ആ ഗേസ്, അതും എൻ്റെ ഒരു ഫ്രണ്ടാണ് ഗേസ്, സ്കൂളിലത്തെ ഫ്രണ്ട്. അവനും എൻ്റെ ക്ലാസ്സിൽ പഠിക്കണാണ് ഗേസ്. കക്കാശി FF എന്ന് പറഞ്ഞാൽ. അവനും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂമിൽ സ്പെക്റ്റേറ്റ് ഇരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ കളിച്ചപ്പോൾ അവൻ വന്നപ്പോഴേക്ക് ലേറ്റായി ഗേസ്. അതുകൊണ്ടാണ് അവൻ നമ്മൾ റൂമിലോട്ട് പറ്റത്തില്ല ഗേസിന് റൂമിൽ കയറ്റാൻ. അതുകൊണ്ടാണ്. ഓക്കെ ഗേസ്, ഞാൻ നിങ്ങളത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. 2-2. ഓക്കെ, സെയിം സ്കോർ. നേരത്തെ അവർക്കില്ല ഗേസ്. 5 റൗണ്ട് പോട്ടെ, ഒരു 6 റൗണ്ട് ഞാൻ എടുത്തിരിക്കും ഗേസ്. 5 അല്ലെ 6 റൗണ്ട് ഞാൻ എടുക്കും. ഓക്കെ, ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണ്ടേ ഗേസ്? അതുകൊണ്ടാണ് ഗേസ് ഞാൻ പറയുന്നത്. ഒരു 6 അല്ലെ 5 റൗണ്ട് ഞാൻ എടുക്കും. ഓക്കെ, അതിപ്പോൾ എത്ര വലിയ പ്ലെയർ ആണെന്ന് പറഞ്ഞാലും നമുക്ക് മാക്സിമം ഗേസ്, നമുക്ക് എത്ര വലിയ പ്ലെയർ ആണെന്ന് പറഞ്ഞാലും നമ്മളെ പ്രതീക്ഷ നമ്മൾ കൈവിടാൻ പാടില്ല. ഓക്കെ, അവസാനം വരെ കളിക്കുക. ഇവൻ നല്ല പ്ലെയറാണെന്ന് എനിക്ക് കളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ബാക്ക് അടിച്ചാൽ നിങ്ങൾ വെറും മണ്ടനാവും. ഇതേപോലത്തുള്ള നല്ല നല്ല പ്ലെയേഴ്സിൻ്റെ കൂടെ കളിച്ചാണ് ഈ നമുക്ക് കൂടുതൽ. അപ്പം ഇവരെ കാട്ടും കുറഞ്ഞ പ്ലെയേഴ്സ് വരുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. മനസ്സിലായോ? ഇവരുടെ കൂടെ ഒത്ത് മൂവ്മെൻ്റൊക്കെ ഇട്ട് പോകണമെങ്കിൽ അപ്പോൾ വേറെ പ്ലെയർ വരുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഇത് ഫ്രീ ആയിട്ടുള്ളൊരു അഡ്വൈസാണ്. ആവശ്യമുള്ളവർ ഇത് യൂസ് ചെയ്താൽ മതി. ഓക്കെ ഗേസ്, നിങ്ങൾ അവൻ നല്ല പ്ലെയറാണ് ഗേസ്, അപ്പോൾ എനിക്ക് പറ്റത്തില്ല അങ്ങനെ പറഞ്ഞ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ എത്ര ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി കളിച്ചെന്ന് പറഞ്ഞാലും വേറൊരു പ്രോ പ്ലെയറിൻ്റെ കൂടെ കളിക്കുന്നതിൻ്റെ അത്ര ട്രെയിനിങ് ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിലും കിട്ടത്തില്ല ഗേസ്. സീരിയസ്ലി പറയാനാണ് ഗേസ്, ഞാൻ അങ്ങനെയൊക്കെയാണ് ഗേസ് ഞാൻ അത്യാവശ്യം കളി പഠിച്ചത്. ഓക്കെ, എനിക്കും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെയാണ് ഗേസ് ഈ ഒരു ഗെയിം പരിചയപ്പെടുത്തി തന്നത്. അതിന് ശേഷം പിന്നെ മിക്ക ഇതിനകത്ത് തന്നെ ഓക്കെ ഗേസ് നമ്മൾ 3rd റൗണ്ടിങ് എടുത്തിട്ടുണ്ട് ഗേസ്. അവൻ പറയാൻ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഗേസ്, ഞാൻ ഇതിൽ ക്യാപ്ഷനും അത് തന്നെ കൊടുക്കാം ഗേസ്. OG റൈഡർ റിവഞ്ച് എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ തന്നെ കൊടുക്കാം ഗേസ്. ഓക്കെ, അവൻ പറഞ്ഞത് നമുക്ക് ഇനി തെറ്റിക്കണ്ട. OG റൈഡർ റിവഞ്ച് ഗേസ്. അവൻ ഈ മാച്ച് അവൻ എടുക്കും തന്നെ ഗേസ്, എനിക്ക് തോന്നണം, എനിക്ക് ഉറപ്പുണ്ട് ഗേസ്.
കാരണം അവൻ എൻ്റെ അടുത്ത് അങ്ങനെ വന്ന് പറയണമെങ്കിൽ അവൻ അത്യാവശ്യം നല്ല കളി പഠിച്ചിട്ടല്ല അവൻ വന്ന് പറയുമോ ഗെയ്സ്. അതും യൂട്യൂബ് ചാനലൊക്കെ ഇടാൻ പറയണ കാര്യം പറയുമ്പോൾ അല്ലേ ഗെയ്സ്. അവൻ ജയിച്ചാലും എനിക്ക് ഒരു സീനുമില്ല, ഞാൻ തോറ്റാലും എനിക്ക് ഒരു സീനുമില്ല ഗെയ്സ്. ഞാൻ വീഡിയോ ഇടുമെന്ന് പറഞ്ഞാൽ ഇടും, ഒറ്റ വാക്കേ എനിക്കുള്ളൂ. ഓക്കെ, ഇനി കുറേ പേര് അതും പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഇനി അവൻ ജയിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്, അങ്ങനെയൊന്നും പറയണ്ട. അതിനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ ഗെയ്സ്, അവൻ പറഞ്ഞിട്ടല്ല, ഞാൻ ഇപ്പോഴേ പറയുന്നുണ്ട്, എല്ലാവരുടെയും കൂടെയാണ് പറയുന്നത്. എൻ്റെ കൂട്ടുകാരും ഇത് കാണുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തും കൂടെയാണ് ഞാൻ ഇത് പറയുന്നത്. അവൻ പറഞ്ഞിട്ടല്ല, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ വീഡിയോ ഇടാം. അങ്ങനെയാണ് ഗെയ്സ് അവൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് നൈസ്. അങ്ങനെയാണ് ഗെയ്സ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. സീരിയസ്ലി ഗെയ്സ് അവൻ എൻ്റെ അടുത്ത് അങ്ങനെയാണ് ഗെയ്സ് പറഞ്ഞത്. ഓക്കെ, ഈ വീഡിയോ അവൻ കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ അവന് മനസ്സിലാവും. ഓക്കെ, എന്തായാലും അവൻ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗെയ്സ്, പിന്നെ എല്ലാവരും ലൈക്ക് സബും ചെയ്യണം. ഞാൻ അത് എപ്പോഴും പറയുന്നില്ല ഗെയ്സ്. നിങ്ങൾക്ക് ആർക്കും നമ്മുടെ അടുത്ത് സ്നേഹമില്ല ഗെയ്സ്. എന്താണ് ഗെയ്സ് നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഈ ക്ലാസ് ടൈമിൽ നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ എന്താണ് ഗെയ്സ് നിങ്ങളിങ്ങനെ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്. ഓക്കെ, ഞാൻ ഒറ്റ പറയുന്നുള്ളൂ, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്. ഓക്കെ സി, നമുക്ക് മില്ലിൽ വെച്ചാണ് ഗെയ്സ് ഈ ഒരു ഫൈറ്റ്. ഓക്കെ 49 കൊടുത്ത് ഗെയ്സ്. എൻ്റെ ഈ ഒരു ക്യാരക്ടർ സ്കില്ലാണ് നിങ്ങൾ കോപ്പി ചെയ്തോ ഗെയ്സ്, അത്യാവശ്യം നൈസ് സ്കില്ലാണ്. ഓക്കെ, അതേപോലെ തന്നെ കുറേ പേരുടെ പ്രശ്നം ഇതാണ് ഗെയ്സ്. അവൻ്റെ ഇത് നല്ല സ്കിൻസ് ഉണ്ട്, അവൻ്റെ ഇത് നല്ല കളക്ഷൻ ഉണ്ട്, ബണ്ടിൽസ് ഉണ്ട്, അവൻ്റെ ഇത് നല്ല MIT സ്കിന്നുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗെയ്സ്, കളിക്കറിഞ്ഞാൽ മാത്രം മതി ഗെയ്സ്. ഈ ഏറ്റവും വലിയ നല്ലൊരു എക്സാമ്പിൾ ഈ OG റൈഡർ. പണ്ട് ഇവ എത്ര അതെനിക്ക് ഓർമ്മയില്ല ഗെയ്സ്, ഇവ എത്ര ലെവലൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്ന് ഇവൻ്റെ ഒരൊറ്റ സാധനങ്ങൾ ടോപ്പപ്പ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ടോപ്പപ്പ് വല്ലപ്പോഴും 29-30 ടോപ്പൊക്കെ എടുക്കും. അതിനകത്ത് ഇവൻ എന്ത് കിട്ടാനാണ് ഗെയ്സ്, നിങ്ങൾ പറയൂ ഗെയ്സ്? ഒന്നും കിട്ടാൻ പോണില്ല. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് കളിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് നടത്തിയെടുക്കേണ്ട ശേഷി വേണം. ഓക്കെ ഞാൻ ഇന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളാരും വീട്ടിൽ പോയി ഫോണൊന്നും വാങ്ങിച്ചടിയൊന്നും കൂടല്ലേ. ഞാൻ പറഞ്ഞത് വെക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം, അതായത് ഫ്രീ ടൈം, നിങ്ങളിപ്പോൾ പഠിച്ചിട്ടാണെങ്കിൽ ഓക്കെ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ശനി ഞായർ ഓക്കെ അങ്ങനത്തെ ടൈംസിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയും. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഫയർ കളിക്കണം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ആവശ്യമുള്ള മച്ചന്മാർ ഈ ഒരു വാക്ക് മൈൻഡിൽ ഓർത്ത് വെച്ചിട്ടുണ്ടായി ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ ഇതേപോലെ കുറേ നല്ല പ്ലേയേഴ്സിൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നില്ല, ഞാൻ ഒരു യൂട്യൂബറിൻ്റെ ലൈവിൽ കളിച്ചിട്ടുണ്ട്. ആ ലൈവ് ഏതൊരു ബംഗാളിലെങ്ങാണ്ടുള്ള ഒരു സ്ട്രീമറാണ് ഗെയ്സ്. അപ്പോൾ എന്തായി അപ്പോഴൊന്നും എനിക്ക് യൂട്യൂബ് ചാനലില്ല ഗെയ്സ്. അപ്പോൾ നമ്മളെന്തോ എന്താ പറയുക, നമ്മൾ 4ാമത്തെ സ്ക്വാഡായിരുന്നു ഗെയ്സ്. അപ്പോൾ നമ്മളെ ഗിൽഡ് ലീഡറിനാണ് ഫുൾ എമൗണ്ട് കിട്ടിയത്. ഏകദേശം 500-550 രൂപ അടുപ്പിച്ച് കിട്ടി. ഓക്കെ, അതെങ്ങനെയാണ് ഗെയ്സ്. അങ്ങനെ അത്രയും നല്ല പ്ലേയേഴ്സിൻ്റെ കൂടെ എനിക്ക് കളിച്ച് ഫൈനൽ 4th വരെ നിൽക്കാൻ പറ്റിയത് ഗെയ്സ്. ഞാൻ ഇപ്പോൾ വീണ്ടും പറയുന്നു, ഫ്രീ കിട്ടുന്ന ടൈമിൽ മാത്രം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്രാഫ്റ്റ് ലാൻഡിൽ ഹെഡ്ഷോട്ടുള്ളിയുണ്ട്, വേണം നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ റൂം കളിച്ച് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടും വല്ല പ്രോ പ്ലേയേഴ്സിനെ വെറുതെ പോയി വെല്ലുവിളിച്ച് കളിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞ മൈൻഡിൽ ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, നമുക്കിനി ഗെയിം പ്ലേയിലോട്ട് പോവാം. ഗെയ്സ് ഇപ്പോൾ കറണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ 4-3 എനിക്ക് 4, അവന് 3. ഗെയ്സ് ചെറുക്കാൻ റിവെഞ്ച് അടിക്കും ഗെയ്സ്, ഉറപ്പാണ്. ഞാൻ വീണ്ടും പറയുന്നത് ഗെയ്സ്, ഈ വീഡിയോ അവസാനം എന്താകുമെന്ന് എനിക്ക് പോലും ഒരു പിടിയുമില്ല.
ഇവൻ ജയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും ഇവൻ ജയിക്കും ഗെയ്സ്. ഇത് അത്രയ്ക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഇവൻ നന്നായിട്ട് ട്രെയിനിങ് ചെയ്ത് കാണും. ഓക്കെ ഓക്കെ, സോ നമുക്ക് 5 റൗണ്ട് ഗെയ്സ്. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ ഇവിടെ പാലിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു റൗണ്ടും കൂടെ നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ വാക്ക് എന്തായാലും പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ ഇതേപോലെ വീഡിയോസൊക്കെ ചെയ്തിരുന്നതാണ്. ഓക്കെ, പിന്നെ കുറേ പേരുണ്ട്. എങ്ങനെ നമുക്ക് കളിക്കാൻ പറ്റത്തില്ല, കുറഞ്ഞ ഡിവൈസാണ് ഗെയ്സ്. എല്ലാവരും പതുക്കെ കളിച്ച് പഠിച്ചാൽ മതി ഗെയ്സ്. ഒറ്റയടിക്ക് തന്നെ ഇവിടെ ആരും റൈസ് സ്റ്റാറും ഗെയിമിംഗ് ഒന്നും ആവുന്നില്ല. പതുക്കെ അതും നിങ്ങൾക്ക് കിട്ടുന്ന സമയം. ഓക്കെ, കിട്ടുന്ന സമയത്ത് പതുക്കെ നിങ്ങൾ കളിച്ച് പ്ലെയർ ആവുക. അത് നിങ്ങൾ ടോപ്പപ്പ് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. ഇതൊക്കെ ചുമ്മാ കൊണ്ട് നടക്കാൻ മാത്രമേ പറ്റൂ. ഓക്കെ, നിങ്ങൾ കളിക്കാൻ അറിയാമോ ഗെയ്സ്? അതാണ് ഈ ഫ്രീ ഫയറിൽ വാല്യൂബിൾ. അല്ലാതെ നിങ്ങൾ ടോപ്പപ്പ് ചെയ്തിട്ടുണ്ട്, എത്ര ടോപ്പപ്പ് ചെയ്ത് എന്നൊന്നും ഇവിടെ പ്രോ പ്ലേയേഴ്സ് ഒന്നും ചോദിക്കുകയൊന്നുമില്ല. നിനക്ക് കളിക്കാൻ അറിയാമോ എന്നൊറ്റ വാക്കേ ചോദിക്കൂ. ഓക്കെ, അത് നിങ്ങളാരും മറക്കണ്ട. റൈസ് സ്റ്റാറിനെ കണ്ടോ ഗെയ്സ്? റൈസ് സ്റ്റാർ എത്ര ടോപ്പപ്പ് ചെയ്യുന്നുണ്ട്? ടോപ്പപ്പ് ചെയ്ത് കാണും, ബട്ട് പണ്ട് റൈസ് സ്റ്റാർ ടോപ്പപ്പ് ചെയ്തിട്ടുണ്ടോ ഗെയ്സ്? ഉണ്ടോ? പണ്ട് തൊട്ടേ അത്യാവശ്യം റൈസ് സ്റ്റാർ ഓൾഡ് ആയിരുന്നപ്പോൾ തൊട്ടേ ഞാൻ അത്യാവശ്യം വീഡിയോസ് കാണുമായിരുന്നു ഗെയ്സ്. അപ്പോൾ റൈസ് സ്റ്റാർ 1 രൂപയ്ക്ക് ടോപ്പപ്പ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല. അതിൽ നിന്നുമാണ് റൈസ് സ്റ്റാർ ഇപ്പോൾ ഉള്ളൊരു നിലവിലുള്ള വലിയൊരു യൂട്യൂബർ ആയത്, അത്യാവശ്യം നല്ല ടോപ്പപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ ഗെയ്സ്? ഓക്കെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ ഗെയ്സ്. ബാക്കിയുള്ളതിനെ നിങ്ങളെ ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് മാച്ച് നോക്കാം ഗെയ്സ്. കുറേ നേരം ആയല്ലോ ഇത്. നിങ്ങൾക്ക് തന്നെ ബോറടിക്കണമായിരിക്കും ഗെയ്സ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ അയ്യോ ഗെയ്സ്, കിടിലൻ ഗെയ്സ്, കിടിലായിട്ട് കളിക്കുന്നുണ്ട്. കണ്ടോ ഗെയ്സ്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവ അങ്ങനെ ടോപ്പപ്പ് ചെയ്യുന്ന പ്ലെയറേ അല്ല, എന്നിട്ട് ഇവൻ കളിക്കുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഓക്കെ പിന്നെ മാക്സിമം ഇതേപോലത്തുള്ള ഗെയിംസ് കളിക്കുക. നിങ്ങൾ നോർമൽ നല്ല ചില്ലായിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിംസോടെ കളിക്കുക. ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സാണ് ഗെയ്സ്. നമ്മൾ റാങ്ക്ഡ് മാച്ച് കളിക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ് ഗെയ്സ്. നമ്മളിനിപ്പോൾ ഇത് തോറ്റ് നമ്മൾ ഈ റാങ്ക് ആവുമോ ഇനി ഗെയ്സ്? അങ്ങനെ ഭയങ്കര സ്ട്രെസ് ലെവലുള്ള ഒരു ഇതാണ് ഗെയ്സ് ഈ ഒരു ഫ്രീ ഫയർ. അങ്ങനെയാണ് ഗെയ്സ്. അവസാനം എലിമിനേറ്റായി ഗെയ്സ്. എന്നാൽ ഞാൻ നിങ്ങളിത് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് ഗെയ്സ്. അവസാനം എന്താവുമെന്ന് ഇവൻ കളി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കും ഗെയ്സ്. ഓക്കേടാ ഗെയ്സ്, കമോൺ. Come on. Okay. 6 റൗണ്ട് കിട്ടുമോ? ഡൗട്ടാണ്. അത്യാവശ്യം നല്ല കിടിലായിട്ട് കളിക്കുന്നുണ്ട്. ഈ റൗണ്ട് നന്നായിട്ട് മൂവ്മെൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ റൗണ്ട് എന്തായാലും എടുക്കും ഗെയ്സ്. എനിക്കിങ്ങനെ പരിചയമുള്ളതായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു റൗണ്ട് എടുക്കും. ഓക്കെ ഗെയ്സ്, പിന്നെ നമുക്ക് എന്ത് വിഷമം ഗെയ്സ്? ഒരാൾ അത്രയും നന്നായിട്ട് കളിക്കുന്നുണ്ട്, എനിക്ക് അത്രയും ഹാപ്പിനെസ്സേ ഉള്ളൂ. ഗെയ്സ് പണ്ട് എങ്ങനെ കളിച്ചുകൊണ്ടിരുന്നതാണ് ഗെയ്സ്, ഇപ്പോൾ നല്ല കിടിലായിട്ട് കളിക്കുന്നില്ലേ? അത്രയും മതി ഗെയ്സ്, അത്രയും മതി. നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ചലഞ്ച് വെബ്സൈറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ചലഞ്ച് വെബ്സൈറ്റ് ചെയ്താൽ പിന്നെ അറിയാമല്ലോ ഗെയ്സ്, നമ്മളത് ചെയ്യാതെ പോകുന്നത് മോശമല്ലേ? അതുകൊണ്ടാണ് ഗെയ്സ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ആര് നോക്കും ജയിക്കുമെന്നൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി. ഓക്കെ
ഓക്കെ ഗൈസ്, ഫൈനൽ 5 minutes. ഓക്കെ, ഫൈനൽ 5 minutes. ഇതിൽ തീരുമാനിക്കും ഗൈസ് ആര് ജയിക്കും ആര് തോക്കും. ഈ ഫൈനൽ 5 minutes നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം ഗൈസ് ഈ മാച്ചിൻ്റെ റിസൾട്ട്. വെറും 5 minutes നിങ്ങൾ കാത്തിരുന്നാൽ ലൈക്ക് സബ് മറക്കണ്ട. ഓക്കെ ഓക്കെ, നമുക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്താം. അപ്പുറത്തെ സൈഡിലാണ് പോയത്. യെസ് ഗൈസ്, വന്നിട്ടുണ്ടോ? ഓക്കെ, ഈ ഒരു റൗണ്ട് മാക്സിമം എടുക്കാനാണ്. മാക്സിമം ഈ ഒരു റൗണ്ട് ഞാൻ എടുക്കും ഗൈസ്. ഞാനാണ് പറയണത്, കളി ചിലപ്പോൾ അവൻ ജയിക്കുമായിരിക്കും. അതുകൊണ്ട് പറഞ്ഞ വാക്ക് എനിക്ക് മനസ്സിലായിട്ടു. 5 അല്ലെങ്കിൽ 6. അപ്പോൾ നമുക്ക് 6 റൗണ്ട് എടുക്കാൻ നോക്കാം, മാക്സിമം നോക്കാം. പറ്റിയില്ലെങ്കിൽ മാത്രം നമുക്ക് വിടാം. എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ 5 റൗണ്ട് എടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് പറഞ്ഞ പോലെ. ഓക്കെ, കമോൺ ഗീസ്, അതുവഴി കയറി ഗീസ്. കമോൺ. ഓക്കെ അത്യാവശ്യം നല്ല ഡാം കയറി. ഓക്കെ, അവിടെ കയറി മുകളിൽ കൂടെ കയറാം. ഓക്കെ ഓ ജസ്റ്റ് മിസ്സണ കിട്ടിയില്ല. നോക്കാം ടൈമുണ്ടല്ലോ. ഈ സമയം എവിടെ? ഇവിടെ ഓക്കേടാ. എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴാണ് ഗൈസ് ഞാൻ പറഞ്ഞ വാക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തത്. 6 റൗണ്ട് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടേ. 6 റൗണ്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജയിച്ചാലും തോറ്റാലും എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല. ഈ ഗ്ലൂ ആൾ കൊടുത്താൽ കുറച്ച് അടുത്ത് വെച്ചാൽ നല്ലതായിരിക്കും. അല്ല, മൂവ്മെൻ്റ് ഇടുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് ഗ്ലൂ ആൾ എടുക്കുന്ന അത്യാവശ്യം പാടാണ്. അവിടെ വയ്ക്കുന്നതിന് കുറച്ചുകൂടെ ഇത് ഇനിയിപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ എന്താവും എന്തോ. ഓക്കെ എൻ്റെ ഈ ഒരു ക്യാരക്ടർ കോംബോ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അത്യാവശ്യം നൈസാണ്, റൂമിലൊക്കെ കളിക്കാൻ പറ്റിയതാണ്. ഞാൻ ഈ റൂമിൽ തുടങ്ങുമ്പോൾ ഞാൻ മാറ്റലുണ്ട് ഗൈസ് എൻ്റെ ക്യാരക്ടർ സ്കില്ല്. ഞാൻ ഓറിയൻ ഇട്ടാണെങ്കിൽ ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ മോളിൽ തന്നെ വയ്ക്കാം ഗൈസ്. മോളെന്ന് അടിച്ച് സീനില്ല. എനിക്കിനി ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടൂല, ഞാൻ ഹാപ്പിയായി ഗൈസ്. 6 റൗണ്ട് എടുത്തില്ലേ? 6 റൗണ്ട്. ഇനിയും വിളിച്ചാൽ അവൻ മാച്ച് കയറി ഗൈസ്. അവൻ പാവമാണ് ഗൈസ്, അവൻ്റെ സീനില്ല. ബട്ട് നമ്മൾ അപ്പോൾ എന്തിനാണ് ഗൈസ് അവൻ്റെ അടുത്ത് ചുമ്മാ തിരക്കിച്ച് വീണ്ടും മാച്ച് കളിക്കുന്നത് അല്ലേ? അവൻ ജയിച്ച് നമ്മൾ വീഡിയോ ഇടും, ഞാൻ തോറ്റാലും വീഡിയോ ഇടും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ ലാസ്റ്റ് 1 minute ആണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം ആര് ജയിക്കുമെന്നു. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും, എന്നാലും ഞാൻ പറയാണ്. വേണ്ട കേസ്, ലാസ്റ്റ് 1 minute അല്ലേ, എന്തായാലും നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി. ലാസ്റ്റ് 1 minute ആണ് ഗെയ്സ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ഉഡ്പിക്കർ എടുത്തിട്ടുണ്ട് ഗെയ്സ്. ഇത് അത്യാവശ്യം ലോങ് മാപ്പാണ്, അപ്പോൾ ഉഡ്പിക്കർ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോഴൊരു കാര്യം പറയാം, ഞാൻ എന്തായാലും തോക്കും ഗെയ്സ്, തോക്കും. അവൻ നൈസായിട്ട് കളിക്കുന്നുണ്ട് ഗെയ്സ്. ഓക്കെ, ഞാൻ എന്തായാലും തോക്കും ഗെയ്സ്.
അപ്പം അവൻ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോൾ പറയാണ്. OG റൈഡർ ഓക്കെ. ഇപ്പം ഞാൻ പറയാം. OG റൈഡർ റിവഞ്ച്. ഓക്കെ, അവൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. OG റൈഡർ റിവഞ്ച് ആണ് ഗീസ്. ഓക്കെ, അവൻ അങ്ങനെ അവൻ്റെ ചലഞ്ച് അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചലഞ്ച് ഞാനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ വീഡിയോ ഇട്ടിട്ടില്ല ഗീസ്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു മൈൻഡ് അപ്പ് ഗീസ്. അവൻ വരുമായിരിക്കും. ഇന്നത്തെ എത്രയുള്ളൂ. പുതിയ പെട്ടെന്ന് തന്നെ കാണാം. പീസ് ഔട്ട്.